നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി മുന്നണികൾ. NDAയുടെ പ്രചാരണ ക്യാമ്പയിന്റെ ലോഗോ പുറത്തിറക്കി. കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്തുള്ള പാടിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ആശങ്കയിൽ നാട്ടുകാർ. നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിക്ക് കൊടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. പുതുക്കാട് പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി റോഡിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എന്റെ നാട് എന്റെ വോട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ ക്യാമ്പയിന് തുടക്കമിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NDAയുടെ പ്രചാരണ ക്യാമ്പയിന്റെ ലോഗോ പുറത്തിറക്കി. ഇടതും വലതും മതിയായി, ഇനി വരണം BJP, മാറാത്തത് മാറും, NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ അധികാരത്തിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NDA സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് മാറ്റം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ബീഹാറിൽ തുടർഭരണം ഉണ്ടായത്. ബീഹാർ ജനങ്ങൾ കൃത്യമായ സന്ദേശമാണ് നൽകിയത്. വികസന രാഷ്ട്രീയത്തിന്റെ സമയമാണ് ഇനി. വികസിത കേരളത്തിനായി BJP വരണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 204 കോളനികളിൽ കുടിവെള്ളമില്ല, മാലിന്യ സംസ്കരണ സംവിധാനമില്ല. എന്നിട്ടും പറയുന്നത് അതിദരിദ്രമുക്ത സംസ്ഥാനമെന്നാണ്. 5 വർഷം BJPക്ക് അവസരം തന്നാൽ 45 ദിവസത്തിനകം 5 വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തുവിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP BDJS തർക്കങ്ങളെല്ലാം പരിഹാരമായെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ NDA നേരിടുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. പുറത്താക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? ഇതുവരെ ഇവരെല്ലാം ജയിക്കുന്നതും ഈ ഫേക്ക് വോട്ടർ വഴിയും എത്രയോ കാലമായിട്ട് ഇലക്ട്രൽ റോളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തന്ത്രം ആയിരുന്നു ഇവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, ഭരണം പിടിക്കാനും മത്സരിച്ച് ജയിക്കാനും. അതുകൊണ്ടല്ലേ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ കോൺഗ്രസും CPM ഒരു വശത്ത് വോട്ട് ചോരി എന്ന് പറയുന്ന കോൺഗ്രസ് മറുവശത്ത് പറഞ്ഞു SIR വേണ്ട. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ ഉണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. തൃശ്ശൂർ കോർപ്പറേഷൻ CPIM ആകെ സീറ്റ് 56ആണ്. CPIM 38, CPI 8, RJD 3, കേരള കോൺഗ്രസ് മാണി 2, JDS 2, NCP 1, കോൺഗ്രസ് S 1. ഇതാണ് കോർപ്പറേഷൻ. തൃശൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിൽ 38 എണ്ണം CPIMനും 8 എണ്ണം CPIക്കുമാണ്. RJDക്ക് 3ഉം കേരള കോൺഗ്രസ് JDS എന്നിവർക്ക് 2 വീതവും NCP കോൺഗ്രസ് എന്നിവർക്ക് ഓരോ സീറ്റുമാണ് നൽകിയത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ഇനിയും പലയിടങ്ങളിലും അമർഷം നീറിപ്പുകയുന്നുണ്ട്. കോൺഗ്രസിലെ UDFലെ അഭിപ്രായ ഭിന്നതകൾ മുതലെടുക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ചെയ്യും. അത് പലതരത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് CPMന് 18ഉം CPIക്ക് 8ഉം RJD, INL, കേരള കോൺഗ്രസ്, NCP എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും നൽകി. തൃശ്ശൂർ കോർപ്പറേഷൻ
CPIM ആകെ സീറ്റ് 56 CPIM 38, CPI 8, RJD 3, കേരള കോൺഗ്രസ് മാണി 2, JDS 2, NCP 1, കോൺഗ്രസ് എസ് 1. ഇതാണ് കോർപ്പറേഷൻ. കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിൽ പലയിടങ്ങളിലും ഇനിയും അമർഷം നീറിപ്പുകയുകയാണെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൽ CPIM 18, CPI 8, RJD, NCP, കേരള കോൺഗ്രസ് മാണി, INN 1 വീതം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കൽ പാർട്ടി പദവികൾ രാജിവെച്ചിരുന്നു. ജോർജ് ചാണ്ടി, ഷോമി ഫ്രാൻസിസ് എന്നിവർ വിമതരായും മത്സരിക്കുകയാണ്. കൗൺസിലർ നിമ്മി റപ്പായി കഴിഞ്ഞ ദിവസം രാജിവെച്ച് LDFൽ ചേർന്നിരുന്നു. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്തുള്ള പാടിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനലും വാതിലും തകർത്ത് അടുക്കള ഭാഗത്ത് കൂടി അകത്ത് കയറിയ കാട്ടാന ഭക്ഷണ സാധനങ്ങൾ കഴിച്ച ശേഷമാണ് മടങ്ങിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ VR പുരം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CP ഇന്ദിര അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബീന പ്രകാശൻ, ട്രഷറർ സിനി, ഏരിയ സെക്രട്ടറി അനിത റോയ്, ഏരിയ പ്രസിഡന്റ് PR ഷാജൻ എന്നിവർ സംസാരിച്ചു. ശബരിമല നിയുക്ത മേൽശാന്തി വാസുപുരം ഏർന്നൂര് മനക്കൽ ED പ്രസാദ് നമ്പൂതിരിക്ക് കൊടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വൈകിട്ട് 4-ന് കൊടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പൂത്താലം, പഞ്ചവാദ്യം, ചിന്ത് എന്നിവയുടെ അകമ്പടിയോടെ മേൽശാന്തിയെ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം KJ സനീഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. പെരുവനം കുട്ടന്മാരാർ, അശ്വിനി ദേവ് തന്ത്രികൾ, ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കൊടകര ഉണ്ണി, കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അയ്യപ്പ സേവാ സംഘം സംസ്ഥാന പ്രസിഡന്റ് മോഹനൻ തൊമ്മാത്ത് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ശബരിമല ശാസ്താവ് കോടിക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമല ശാസ്താവിനെ പൂജിക്കാനായിട്ടുള്ളൊരവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവനിയോഗമാണ്. ആ ദൈവനിയോഗം ഈ അടുത്ത കാലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയാണ് നമ്മുടെ കൊടകരയിലേക്ക് കടന്നു വന്നത്. ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ ഈ സ്വീകരണ ചടങ്ങ്. സാക്ഷാൽ ശ്രീ അയ്യപ്പന് ധർമ്മശാസ്താവിൻ്റെ ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ശാസ്താവിൻ്റെ തൃപ്പാദങ്ങളിൽ പൂജ നടത്താനും എല്ലാ ഭക്തർക്കും വേണ്ടി. പുതുക്കാട് പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണമിട്ട ഓട്ടോ ടാക്സി റോഡിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30-നായിരുന്നു സംഭവം. സർവീസ് റോഡിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാലിന് പരിക്കേറ്റ ഡ്രൈവറെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആരിഫ്, ചോട്ടു എന്നിവരാണ് പിടിയിലായത്. ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച കഞ്ചാവ് ഓട്ടോയിൽ കയറ്റി ചാവക്കാട് കൊണ്ടുപോകുന്നതിനിടെയാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് ഓട്ടോയെ പിന്തുടർന്ന പോലീസ് സംഘം പടിഞ്ഞാറേക്കോട്ടയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങൾ സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ വിദേശ ഭാഷാ പഠന കോഴ്സുകളുമായി IML അക്കാദമി വിജയകരമായി മുന്നോട്ട്. വിദേശ തൊഴിലവസരങ്ങളും പഠന സൗകര്യങ്ങളും സാർവത്രികമായതോടെ സജീവമായ പഠന മേഖലയാണ് വിദേശ ഭാഷാ പഠനം. ഇംഗ്ലീഷിന് പുറമെ ഇപ്പോൾ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ് ഭാഷകൾക്കും കേരളത്തിൽ പ്രിയമേറിയിട്ടുണ്ട്. 10 വർഷം മുൻപ് ചാലക്കുടിയിൽ ആരംഭിച്ച IML അക്കാദമി വിദേശ ഭാഷാ പഠന മേഖലയിൽ പുതിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. ജർമ്മൻ ഭാഷാ പഠന മേഖലയിൽ ഒരു ബാച്ചിലെ 15 വിദ്യാർത്ഥികളിൽ 11 പേരും A1, A2, B1 ലെവലുകൾ ആദ്യ ശ്രമത്തിൽ തന്നെ പൂർത്തീകരിച്ച് മികച്ച വിജയം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് IML ക്യാമ്പസ്.
ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏകദേശം 10 വർഷത്തോളമായിട്ട് ചാലക്കുടിയിലാണ് ആരംഭിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ റെസിഡൻഷ്യൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം ഇത് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കുട്ടികൾ ഡേ സ്കോളേഴ്സ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാഷ പിന്നെ കണ്ടിന്യൂ ചെയ്യാതെ മറന്നു പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ അവർ താമസിച്ച് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം, ഒരു 5 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ കൊടുത്തുകൊണ്ട് രാവിലെ 7:30 മുതൽ സ്റ്റഡി ഹാളിൽ ട്യൂട്ടേഴ്സിൻ്റെ ഒപ്പം പഠിക്കുകയാണ്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപ് പഠനത്തിന് ശേഷം അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മളിവിടെ ഹോസ്റ്റൽ വാടക വാങ്ങി വയ്ക്കും. ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ ഞങ്ങളുടെ HOD ജർമ്മനിയിൽ ഡോക്ടറേറ്റുള്ള C1 ഡോക്ടറേറ്റ് ജർമ്മൻ ഭാഷയിലുള്ള സാറായതുകൊണ്ടും ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ വിജയസാധ്യത ഉണ്ടെന്നുള്ളതിന് തെളിവാണ് നമ്മളുടെ ഈ പരിശ്രമം. കഴിഞ്ഞ ബാച്ചിൽ 15 പേരിൽ 11 പേരും ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സാവുകയും അതിൽ 4 പേര് ഒരു വിഷയത്തിൽ മാത്രമാണ് പാസ്സാവാതിരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് വലിയൊരു സന്തോഷമാണ്. ഒരു കേരളത്തിലൊരു സ്ഥാപനത്തിന് ഇന്നേ വരെ ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 4, 5, 6 തവണ എഴുതിയിട്ടും പാസ്സാവാത്ത കുട്ടികളാണ് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കഴിഞ്ഞ വർഷം വരെ അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നമ്മളിപ്പം ഇത്തരത്തിലൊരു മെത്തഡോളജി അപ്ലൈ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അതിന് ജർമ്മനിയിലെ ഡെഫ എന്ന് പറയുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസിയാണ് അവരെ നമുക്ക് തന്നത്. അവർ വളരെ ഹാപ്പിയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനുമായി അസോസിയേറ്റ് ചെയ്തതിൽ. അവരുടെ ആദ്യത്തെ ബാച്ച് കുട്ടികളെല്ലാവരും തന്നെ BSc നഴ്സസ് ആയിരുന്നു. അവരെല്ലാവരും തന്നെ ഓസ്ട്രിയയിലേക്കുള്ള നെക്സ്റ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്റ്റഡായി, അവർ എക്സാം എഴുതി പാസ്സായി. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ കഴിഞ്ഞാൽ അവർ ഓസ്ട്രിയയിൽ സെറ്റിൽഡാണ്. പുത്തൻചിറയിലെ വിശാലമായ ക്യാമ്പസിൽ താമസിച്ചുള്ള പഠനത്തിലൂടെ ആത്മവിശ്വാസത്തോടെ വിദേശ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരാകുന്നു. ഇവിടെ പഠിച്ച 100 കണക്കിന് വിദ്യാർത്ഥികൾ ലോകത്തിന്റെ എല്ലാ ദേശങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. നിരവധി സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 10 വർഷങ്ങളായി വികസിത രാഷ്ട്രങ്ങളിൽ എത്തിപ്പെടാനുള്ള സഹായം നൽകിയതിലുള്ള കൃതാർത്ഥത IML അക്കാദമിയിലെ പരിചയസമ്പന്നരായ അധ്യാപകർക്കുണ്ട്. ജർമ്മൻ ഭാഷയിൽ മികവുണ്ടെങ്കിൽ ജർമ്മനിയിൽ മികച്ച അവസരങ്ങൾ നേടാൻ ആർക്കും സാധിക്കും. A1 മുതൽ B2 വരെയുള്ള ലെവലുകളിൽ IML അക്കാദമിയിൽ പരിശീലന ക്ലാസുകൾ ഒരുക്കിയിട്ടുണ്ട്. C2 ലെവൽ സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് നൽകുന്ന പരിശീലനം ഒഴുക്കോടും ആത്മവിശ്വാസത്തോടും കൂടി ജർമ്മൻ സംസാരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. IML ക്യാമ്പസിൽ താമസിച്ചുള്ള പഠനവും വിദഗ്ധരായ അധ്യാപകരുടെ കീഴിലുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നല്ല ക്ലാസ്സുകളാണ്. ഫാക്കൽറ്റീസ് എല്ലാവരും നന്നായി പഠിപ്പിക്കും. പുതിയൊരു ഭാഷ എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടില്ല. നന്നായി പഠിപ്പിച്ച് മനസ്സിലാവാറുണ്ട് ക്ലാസ്സൊക്കെ. പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് എക്സാം നടത്താറുണ്ട്. വീക്കിലി എക്സാംസ് ഉള്ള കാരണം നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. പഠിച്ച കാര്യങ്ങൾ ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ മര്യാദയ്ക്ക് മനസ്സിലാവുക. അപ്പോൾ ആ നിലയ്ക്ക് വീക്കിലി എക്സാംസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ടീച്ചേഴ്സായാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ B2 എത്തി. ഇനി ഒരു 2-3 വീക്സും കൂടിയേ എൻ്റെ കോഴ്സ് ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എന്നിട്ട് ആദ്യം A1, പിന്നെ A2, പിന്നെ B1, B2. മിക്ക കോഴ്സുകൾക്ക് ചിലപ്പോൾ B1 ആയിരിക്കും ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ കുറച്ചും കൂടിയും നല്ലൊരു ഹൗസ് ബിൽഡും ഇതൊക്കെ നോക്കുമ്പോൾ B2 തന്നെ എഴുതണം. ഒരു പഠന രീതി എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 സാർമാരൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്ക് 17 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സാറുള്ളതുകൊണ്ടും പിന്നെ അച്ഛൻ ഒരു 2-3 വർഷമുള്ള എക്സ്പീരിയൻസ് ഉള്ള സാറുള്ളതുകൊണ്ടും കുറച്ചും കൂടി പ്രാക്ടിക്കലി നമുക്ക് എല്ലാ ഡൗട്ടുകളും മനസ്സിലാക്കാനും എല്ലാത്തിനും സാധിക്കാറുണ്ട്. ഇവിടെ രാവിലെ ഇപ്പം നമ്മൾ ഹോസ്റ്റലേഴ്സിനായതുകൊണ്ട് രാവിലെ സ്റ്റഡി അവർ ഉണ്ട്, വൈകിട്ട് സ്റ്റഡി അവർ ഉണ്ട്. അപ്പോൾ രാവിലെ 7:30 എഴുന്നേറ്റ് എല്ലാവരും ക്ലാസ്സിൽ വന്ന് ട്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ നമുക്ക് പഠിക്കാം. ഒരു 1 ഹവർ 7 തൊട്ട് 8 വരെ ഉണ്ട്. അതേമാതിരി തന്നെ വൈകിട്ട് നമുക്ക് 8 തൊട്ട് ഒരു 9 വരെ സ്റ്റഡി അവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് എല്ലാം ചെയ്യാം. അപ്പോൾ ഹോസ്റ്റലാണ് കുറച്ചുകൂടി ബെറ്റർ. ശാസ്ത്രീയമായി തയ്യാറാക്കിയ പരിശീലന പരിപാടികളിലൂടെ വിദേശ ജോലികൾക്ക് അനിവാര്യമായ IELTS, ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകൾ മിതമായ ഫീസിൽ പഠിക്കാനും വിദേശത്ത് ആദ്യ തവണ തന്നെ ഉയർന്ന ജോലി നേടാനും IML അക്കാദമി സഹായിക്കുന്നു. കാലത്തിനനുസരിച്ച് പരിശീലന പദ്ധതികൾ പരിഷ്കരിക്കുന്നതാണ് IML അക്കാദമിയുടെ വിജയരഹസ്യം. വിദേശ രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും സാർവത്രികമായതോടെ വിദേശ ഭാഷാ പഠനം എന്നത് സജീവമായ ഒരു പഠന മേഖലയായി മാറിയിരിക്കുകയാണ്.
ഇംഗ്ലീഷിന് പുറമെ ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ ഭാഷകൾക്കാണ് കേരളത്തിൽ പ്രിയമേറുന്നത്. ഇത്തരം ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന, കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന IML അക്കാദമി സാധാരണക്കാർക്ക് കൂടി അത്തരം ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഭാഷാ പഠനം ലളിതവും സുന്ദരവുമാകട്ടെ, കരിയർ നിങ്ങളെ തേടിവരും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം താലൂക്ക് കാർഷിക സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് MR ജയകുമാർ അധ്യക്ഷനായി. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ, KR രാജേന്ദ്രൻ, സുനന്ദ ശശി, KL സുരേഷ്, KC കാർത്തികേയൻ, സജിനി ദാസൻ, സുസ്മിത സുജിത്ത്, TR വാസുദേവൻ എന്നിവർ സംസാരിച്ചു. നിരോധിത രാസലഹരിക്കെതിരെ ജനകീയ സംരക്ഷണ സമിതി എച്ചിപ്പാറ യൂണിറ്റ് രൂപീകരിച്ചു. ജനകീയ സംരക്ഷണ സമിതി മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തൂയത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. പാലപ്പിള്ളി യൂണിറ്റ് പ്രസിഡന്റ് PM സക്കീർ, പാലപ്പിള്ളി യൂണിറ്റ് സെക്രട്ടറി AS സുധീഷ്, പാലപ്പിള്ളി യൂണിറ്റ് ട്രഷറർ ഷെഫീഖ് പാറയിൽ, വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ്, കാരിക്കുളം കടവ് യൂണിറ്റ് ഭാരവാഹികളായ ഹംസ കളപ്പാടൻ, റഷീദ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി EM ഷാഹിദിനെയും, സെക്രട്ടറിയായി അസൈനാറിനെയും, ട്രഷററായി MS അസ്ഹറിനെയും, വൈസ് പ്രസിഡന്റായി CM ഫവാസിനെയും, ജോയിന്റ് സെക്രട്ടറിയായി MN നിസാറിനെയും, കമ്മിറ്റി അംഗങ്ങളായി അഫ്സൽ, ഫാരിസ്, അക്ഷയ്, ദിൽഷാദ് എന്നിവരെയും തെരഞ്ഞെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നാഷണൽ ലൈബ്രറി വീക്ക് നവംബർ 21 വരെ വിവിധ പരിപാടികളോടെ ആചരിക്കും. ഈ വർഷത്തെ ലൈബ്രറി വീക്ക് എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ സുബീഷ് തെക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, ലൈബ്രറിയൻ ഡോക്ടർ B ഷാജി എന്നിവർ സന്നിഹിതരായി. നവംബർ 21 വരെ വിവിധ മത്സരങ്ങൾ, ബുക്ക് ഫെയർ, വായനാ പ്രോത്സാഹന പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ബാങ്ക് പരിധിയിലുള്ള 6 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മുൻ സെക്രട്ടറി KK ജയലക്ഷ്മി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, ഭരണസമിതി അംഗങ്ങളായ PP ഡേവിസ്, KK സുരേന്ദ്രൻ, KS രഘു, P നന്ദകുമാർ, PV ബിജു, ശ്രീഹരി കർത്ത, നിഷി ശശിധരൻ, സെക്രട്ടറി ഇൻചാർജ് ബ്രീസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ശിശുദിന ആഘോഷത്തിന്റെ ഭാഗമായി വൈസ്മൻ ഇന്റർനാഷണൽ, തൃശൂർ ഡിസ്ട്രിക്ട്, പുതുക്കാട് ടൗൺ ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ 22 അംഗൻവാടികളിലും ഒരു പ്രീ സ്കൂളിലും ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ പുതുക്കാട്ടിൽ, സെക്രട്ടറി KL സുരേഷ്, ഡിസ്ട്രിക്ട് യൂത്ത് കോർഡിനേറ്റർ ജോവിൻ ജോസ്, ക്ലബ്ബ് പ്രസിഡന്റ് ജോബി മധുരക്കറി, ട്രഷറർ TR ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാ കുരുന്നു പ്രതിഭകൾക്കും പുതുക്കാട് ക്ലബ്ബ് സമ്മാനങ്ങളും കളറിംഗ് സാമഗ്രികളും വിതരണം ചെയ്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിര പ്രിയദർശിനി, ഗ്രാമീണ മഹിള, കൗസുർബ, ദീപ്തി, ശാന്തി, ശ്രീനാരായണ, സ്നേഹദീപം, ഹരിജൻ മഹിളാ സമാജം, ശാന്തി, പ്രതീക്ഷ, ചിത്തിര, സ്നേഹ, അനശ്വര, അക്ഷര, ചൈതന്യ സ്വാതി, ദൃശ്യ, ഒഴലൂർ ജ്യോതി, ഗീതാഞ്ജലി, ഐശ്വര്യ, നവഭാരത്, ശ്രീനാരായണ SN പുരം, ഗ്രാമീണ മഹിളാ അംഗൻവാടി ചെങ്ങാലൂർ എന്നീ അംഗൻവാടികളിലും SN പ്രീ സ്കൂളിലും കുട്ടികൾക്ക് ചിത്രരചന പെയിന്റിംഗ് സാമഗ്രികളും സമ്മാനങ്ങളും നൽകി. CBSE 2025 സംസ്ഥാന കലോത്സവത്തിൽ നൃത്ത ഇനങ്ങളിൽ തിളങ്ങി ക്രസന്റ് പബ്ലിക് സ്കൂളിലെ M ശ്രേയ. നാടോടി നൃത്തത്തിൽ കാറ്റഗറി 4-ൽ 1ാം സ്ഥാനവും കുച്ചിപ്പിടിയിൽ A ഗ്രേഡും ശ്രേയയ്ക്ക് ലഭിച്ചു. പാലാ മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ സ്കൂളിലായിരുന്നു കലോത്സവം നടന്നത്. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നവംബർ 16 മുതൽ 23 വരെ നടക്കും. കുനംപള്ളി ശ്രീരാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 16 വൈകിട്ട് 6:30 അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. 23 മഹാപ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. പുതുക്കാട് കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം ഈ മാസം 17, 18, 19 തീയതികളിൽ നടക്കും. താമരശ്ശേരി വിനോദ് പണിക്കർ, അരീക്കുളങ്ങര സുരേഷ് പണിക്കർ, ചൂണ്ടൽ വിഷ്ണുദാസ് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്നം നടത്തുന്നത്. ആൻഡു ചെമ്മിഞ്ചേരി ചികിത്സാ സഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആൻഡു ചെമ്മിഞ്ചേരി അനുസ്മരണവും ചികിത്സാ സഹായ സമിതി പിരിച്ചുവിടലും സംഘടിപ്പിച്ചു.
യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണ മേനോൻ, TD ശ്രീധരൻ, സുനിൽ സബരിയ, TD സഹജൻ, OS മാധവൻ, VK കാസിം, PG മോഹനൻ, TR ഔസേപ്പുട്ടി, KV ഷാജു എന്നിവർ പ്രസംഗിച്ചു. കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന 169ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇനി കാണാം ഇൻഫോ ടോക്ക്. പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം പാദസംരക്ഷണം വളരെ പ്രധാനമാണ്. ചെറിയ മുറിവ് പോലും ആരോഗ്യാവസ്ഥ വഷളാക്കാം. പാദസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് ഇന്നത്തെ ഇൻഫോ ടോക്ക്. പ്രമേഹം ബാധിക്കുന്നതോടെ പാദത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു. അങ്ങനെ പാദങ്ങളിൽ മരവിപ്പുണ്ടാകുന്നു. പ്രാരംഭഘട്ടത്തിൽ വേദനയുണ്ടാകില്ല, പക്ഷേ അത് ക്രമേണ വർദ്ധിക്കുകയും നിങ്ങളുടെ കാലുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ചികിത്സിച്ചില്ലെങ്കിൽ അത് കാല് മുറിച്ചു മാറ്റുന്നതിലേക്ക് വരെ നയിച്ചേക്കാം. നല്ല പാദസംരക്ഷണം നിങ്ങളുടെ വേദനയും കാലിലെ ഗുരുതരമായ പ്രശ്നങ്ങളും തടയും. പ്രമേഹ രോഗികൾ പാദങ്ങളുടെ സ്വയം പരിചരണം ദിവസേന ഉറപ്പുവരുത്തണം. ദിവസവും പാദങ്ങൾ പൂർണ്ണമായി വിരലുകൾക്കിടയിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, കുമിളകൾ, ചുവപ്പു നിറം അല്ലെങ്കിൽ നീർവീക്കം എന്നിവയുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഉടൻ വൈദ്യസഹായം തേടുക. ഇളം ചൂടുവെള്ളവും വീര്യം കുറഞ്ഞ സോപ്പും ഉപയോഗിച്ച് പാദങ്ങൾ പൂർണ്ണമായും വൃത്തിയായും കഴുകുക. കോട്ടൺ തുണി ഉപയോഗിച്ച് കാൽപാദങ്ങളിലെ ഈർപ്പം, നനവ് എന്നിവ ഒപ്പിയെടുക്കാം. ഇത് ഫംഗസ് വളർച്ച തടയാൻ സഹായിക്കും. പ്രത്യേകിച്ച് കാൽവിരലുകൾക്കിടയിൽ. ഈർപ്പം നിലനിർത്തുന്നതിന് പാദങ്ങളുടെ മുകളിലും അടിയിലും ലോഷൻ പുരട്ടാം. എന്നാൽ വിരലുകൾക്കിടയിൽ പുരട്ടുന്നത് ഒഴിവാക്കുക. പാദങ്ങൾക്ക് കൃത്യമായ പാകമാകുന്നതും സപ്പോർട്ട് നൽകുന്നതും മുൻഭാഗം അടഞ്ഞതുമായ ഷൂസുകൾ തിരഞ്ഞെടുക്കുക. വീടിനകത്തു പോലും നഗ്നപാതരായി നടക്കരുത്. പ്രമേഹം മൂലമുള്ള പാദത്തിലെ വ്രണങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. നാഗമ്പടം കെൽട്രോൺ നോളജ് സെന്ററിൽ ഡാറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഓഗ്മെന്റഡ് റിയാലിറ്റി ആപ്ലിക്കേഷൻ ഡെവലപ്പർ എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചു. കൂടാതെ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിപ്ലോമ ഇൻ ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി കോഴ്സുകളും ഇവിടെ ലഭ്യമാണ്. +2 ആണ് അടിസ്ഥാന യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 6284841772 അല്ലെങ്കിൽ 8590118698 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. വെണ്ടൂർ ചെറുവത്തൂർ കല്ലൂക്കാരൻ ജോണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 വെണ്ടൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ നടക്കും. പരേതയായ സിസിലിയാണ് ഭാര്യ. ലീജോ, നീജോ, സീജ എന്നിവർ മക്കളും ജസ്മി, പോൾ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ഞെള്ളൂർ തേനംകുടത്ത് വട്ടക്കുഴി VL പോൾ ഭാര്യ ലില്ലി അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 കല്ലൂർ പടിഞ്ഞാറ് ഹോളി മേരി റോസറി ദേവാലയത്തിൽ നടക്കും. റോസ്മേരിയാണ് മകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമായി മുന്നണികൾ. NDAയുടെ പ്രചാരണ ക്യാമ്പയിന്റെ ലോഗോ പുറത്തിറക്കി. കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPM. വാൽപ്പാറ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്തുള്ള പാടിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ആശങ്കയിൽ നാട്ടുകാർ. നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിക്ക് കൊടകര പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ.
പുതുക്കാട് പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോ ടാക്സി റോഡിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.